കരിമണൽ കർത്തയുടെ ഓഫീസ് ഉൾപ്പെടെ റെയ്ഡ് ചെയ്തത് കേന്ദ്ര ഏജൻസിയാ. അങ്ങനെ ഇബ്രാഹിം കുഞ്ഞിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ പേര് പുറത്തു വന്നത്. ഞാൻ പറയട്ടെ, അച്യുതാനന്ദൻ ആരോഗ്യം ഉണ്ടായിരുന്നപ്പോ ഐസ്ക്രീം പാർലറിലും അതുപോലെ തന്നെ ഹവാല ഇടപാടിലും അച്യുതാനന്ദൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി. അന്ന് അഡ്ജസ്റ്റ് കൊടുത്ത പിണറായി വിജയനാ. എല്ലാവർക്കും അറിയാം കാര്യം. ഞാൻ പഴയ കാര്യങ്ങളായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ മകൾക്കും കുടുംബത്തിനുമെതിരെ ശക്തമായ അന്വേഷണം നടക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിക്കുന്നതുകൊണ്ടാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധം ഒരു സ്റ്റെപ്പ് കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ കോൺസ്പിറസിയിൽ പിണറായി വിജയൻ പിടിവീഴുമായിരുന്നു. എന്തുകൊണ്ട് കൊടകര കുഴപ്പണ കേസിൽ ഇതുവരെയും ഇ ഡി അന്വേഷണം ആരംഭിച്ചില്ല? കൊടകര കുഴപ്പണ കേസുണ്ടോ? കൊടകര കുഴപ്പണ കേസുണ്ടോ? എഫ്ഐആർ നമ്പർ പറയാം. എഫ്ഐആർ നമ്പർ കേസുണ്ടോ? ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കേസുണ്ടോ? അങ്ങനെ ഒരു കൊടകര കേസുണ്ടോ? ചോദിക്കട്ടെ. കേസ് ഞങ്ങളല്ലല്ലോ ഇടേണ്ടത്. ഞങ്ങളല്ലല്ലോ. താങ്കൾ കുഴൽപ്പണ കേസെന്ന് പറഞ്ഞു. താങ്കൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെ കേസില്ലല്ലോ. അങ്ങനെ കേസില്ലല്ലോ. അങ്ങനെ കേസുണ്ടോ? കേരള പോലീസ് ഞങ്ങളുടെ കയ്യിലല്ലല്ലോ. അങ്ങനെ കേസ് മറുപടി സമയം. PMLA ആക്ട് പ്രകാരം കുഴൽപ്പണ കേസ് അന്വേഷിക്കേണ്ട ഏജൻസി രാജ്യത്താരാ? കേന്ദ്ര ഏജൻസി. കേസിട്ടോ? ഹൈക്കോടതിയിൽ. കേസിട്ടോ? ആ കേസിൽ ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസി ഇ ഡി കൊടുത്ത് അവിടെ ഒരു താങ്കൾ വായിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ഇ ഡി കൃത്യമായിട്ട് ഇ ഡി കൊടുത്ത് അവിടെ വായിച്ചിട്ടുണ്ടോ? കൊടുത്ത അവിടെ ഇന്നലെ കൊടുത്ത അഫിഡവിറ്റിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് ഇ ഡി നടക്കുന്ന അന്വേഷണം. കൊടകര കുഴൽപ്പണ കേസ് ഒന്നൊരു കേസില്ല ഇതുവരെ. അങ്ങനെ ഒരു കേസില്ല. അവിടെയുള്ള കവർച്ച കേസ്. അവിടെയുള്ള കവർച്ച കേസാ. കേരള പോലീസിന്റെ കുഴൽപ്പണ കേസ് കേസ് ഉണ്ടോ ഇല്ലയോ? എടുത്തു കഴിഞ്ഞു. കേസിൽ എഫ്ഐആർ എടുത്തു. അല്ല, പ്രതികളെ കുഴൽപ്പണ കേസിലോ? കവർച്ച കേസാണ് അവിടെ ഉള്ളത്. കുഴൽപ്പണ കേസ് എവിടെ? അന്വേഷണം വരട്ടെ. ബാക്കി അന്വേഷണം വരട്ടെ. അതിന് കാര്യമില്ല. ചോദ്യം അരുൺ ചോദിച്ച ചോദ്യം വലിയ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് ആരും ബഹളം കാണിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണം വരട്ടെ. ഉള്ളത് ഒരു ലോജിക്കില്ല അവിടെ. അതൊക്കെ എത്രയോ പറഞ്ഞ് പഴവിയതാ. അവിടെ ഉള്ളത് ഒരു കവർച്ച കേസ്. അതിലെ പ്രതികളെയും പിടിച്ചു. അതൊക്കെ പശുവും ചത്ത് തൈരിലെ മോറിലെ പുളിയും പോയായിരുന്നേ. മോറിലെ പുളി എത്ര കാലം കൊണ്ട് കിടന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഈ കുഴൽപ്പണം ചക്ക മാങ്ങാന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് 75,000 വോട്ടിനാ ആ ജില്ലയുടെ സുരേഷ് ഗോപി ജയിച്ചത്. 75,000 വോട്ടിനാ ജയിച്ചത്. ഇനിയും പറഞ്ഞോ പാലക്കാടും ജയിക്കും. 75,000 നിങ്ങൾ തള്ളിക്കളഞ്ഞേ.